ഹലോ ഗായ്സ്, എൻ്റെ പേര് ആദിഷ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെസ് ലൈവ് എപ്പിസോഡ് നമ്പർ 8 സ്വാഗതം. ഇപ്പം എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. ആ ക്ലിപ്പ് എൻ്റെ നിന്ന് പോയി. കാരണം അത്രയ്ക്കും ലാഗായിരുന്നു. ഞാൻ ലാവയിൽ കൊണ്ട് ചത്തു. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ പോയി. ഞാനിപ്പോൾ അത് ആദ്യം എങ്ങനെയൊക്കെയോ എൻജാൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ ഇൻഫിനിറ്റി ബുക്ക് ഉണ്ട്, അതെടുത്ത് ഞാൻ ബോയിലിട്ടിട്ടുണ്ട്. ഇന്നെന്തായാലും ഞാൻ റെയ്ഡ് ഫാമാണ് ഉണ്ടാക്കാനായിട്ട് നോക്കണത്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊജക്റ്റ് ബോർഡിൽ ഞാനിപ്പോൾ ഒരു XP ഫാം എന്ന് ഞാനിട്ടിട്ടുണ്ട്. XP ഫാമായിട്ട് താഴെ ഞാൻ സ്കെൽട്ടൻ സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഒരു ലൈവിൽ ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ ദൂരെ നിന്ന് അവിടേക്ക് FOV കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. XP ഫാം ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും കുറേ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ മെല്ലെ ബിൽഡ് ചെയ്യുക, അല്ല ഓരോന്നായിട്ട് എഴുതുക, എന്നിട്ട് നമുക്ക് ബിൽഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു സ്കെൽട്ടൻ ഫാം ഞാൻ ലൈവിലിടാം. ഒരു ലൈവ് വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ റെയ്ഡ് ഫാമാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കണത്. ഇപ്പോൾ എന്തായാലും ഞാൻ റിസോഴ്സസൊക്കെ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിനി അവിടെ എത്തിയിട്ട് ഞാൻ റെയ്ഡ് ഫാം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എത്തിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. അങ്ങോട്ട് പോണതിന് മുന്നേ ഇവിടെ ഞാൻ 2 പട്ടികൾക്കും ടോബി റോബി എന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഇവിടെ വന്നാൽ നമ്മൾക്കൊരു ഇതൊക്കെ ഉണ്ട്, വില്ലേജർ ഔട്ട് പോസ്റ്റ്. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതവിടെയായിട്ട് ചെറിയൊരു കുന്നുപോലുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെയായിട്ട് ഞാൻ ഏകദേശം ഇവിടെയായിട്ടാണ് ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റിസോഴ്സസൊക്കെ ഒന്ന് എല്ലാം നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്കാഫോൾഡിങ് എടുത്ത് 150 ബ്ലോക്ക് മുകളിലോട്ടേക്ക് വയ്ക്കാനാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അവിടെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അത്രയ്ക്കും സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ 2 ചെസ്റ്റ് വെച്ചു, ഒരു ഹോപ്പർ, 4-5 ഹോപ്പർ ഉണ്ട് ഇവിടെ. പിന്നെ അത് അത്രയ്ക്ക് പ്ലാറ്റ്ഫോം സെറ്റാക്കി. ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം, അതായത് വില്ലേജർ വന്ന് വീഴാനുള്ളൊരു കില്ലിങ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാനതിനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ വില്ലേജറൊക്കെ വന്ന് വീഴാൻ പോണത്, ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് വില്ലേജറിൻ്റെ ആ ഒരു കൂട് സെറ്റാക്കലാണ്. അപ്പം എന്തായാലും ഞാൻ അതും കൂടിയും കഴിഞ്ഞിട്ട് നല്ലൊരു മരം. അര ഹാർട്ടിന് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. ഞാൻ വിചാരിച്ച് തീർന്നെന്ന്. സാരമില്ല, ഇനിയും ഇഷ്ടം പോലെ ചാൻസുകൾ വരും. ഞാനിവിടെ വില്ലേജറിന് ഇരിക്കാനുള്ള ആ ഒരു കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പനി ആയതുകൊണ്ട് എൻ്റെ വോയിസിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് നല്ല പനിയും ചുമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇനി വില്ലേജറിനൊക്കെ പിടിച്ചുകൊണ്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെ ബ്രീഡറിൽ വില്ലേജ് ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ ഉള്ളതിനൊക്കെ അവിടെ ട്രേഡിംഗ് ഹാളിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കട്ടെ. അടിപൊളി, ഇവിടെ ഒരൊറ്റ വില്ലേജർ പോലും ഇല്ല. ആകെപ്പാടെ ഇനി 2 വില്ലേജർ ഉണ്ട്. അവന്മാരെ ഇനി ബ്രീഡ് ചെയ്താലേ ഉള്ളൂ. എന്തായാലും ഞാനിനി അതും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വില്ലേജറിനെ അവിടെ എത്തിച്ചിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഇതെന്തായാലും നല്ല ടൈം എടുക്കും. റെയ്ഡ് ഫാം അങ്ങനെ കംപ്ലീറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ വില്ലേജറിനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഇനി എന്തായാലും നമുക്ക് നമ്മുടെ താഴെ പോയിട്ട് ഒരു റെയ്ഡ് വിളിച്ചിട്ട് വരാം. ഇത് നേരെ വർക്കായില്ലെങ്കിൽ ഞാനും തീരും, എൻ്റെ വില്ലേജറും തീരും, എല്ലാവരും തീരും. അപ്പോൾ എന്തായാലും എല്ലാം ശുഭമായിട്ട് നടക്കണേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വില്ലേജറിനെ കണ്ടുപിടിക്കട്ടെ. എന്താവുമെന്ന് ദൈവത്തിന് അറിയാം. ഓക്കെ, എവിടെ ആയിട്ട് ഇതാണ്ട് നമ്മുടെ ഒരു ക്യാപ്പുള്ള ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അവനെയും കൂടി അങ്ങോട്ട് കൊന്നാൽ നമുക്ക് ബാഡ് ഓമൺ കിട്ടി. അപ്പോൾ എന്തായാലും 1.21 കളിക്കുന്നത്, അതുകൊണ്ടാണ് ആ കുപ്പിത്തെ സാധനം കിട്ടാത്തത്. ഞാൻ ഇപ്പോൾ എന്തായാലും 1.20 കളിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ഇപ്പോൾ എല്ലാ വില്ലേജറും കൂടി വരുന്നുണ്ട്. നമുക്കെന്തായാലും ഇനി നമുക്ക് ആ ഒരു കോണിയിലോട്ട് കയറാം. അടിപൊളി, നന്നായുള്ളൂ. ഇനി റീസ്പോൺ അടിക്കുമ്പോൾ എവിടെ ചെന്നെത്തും.
വീട്ടിലാവില്ലേ നമ്മൾ? അതന്നെ. ആഹാ, സ്പോണിലെത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ബേസിലോട്ടേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വന്ന് നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഒരു റൈഡും കൂടിയും വിളിക്കണം. അത് ആ എഫക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം എന്തായാലും ഞാൻ അതും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ നിന്ന് റൈഡ് തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്യാമറയുടെ മോഡൊന്ന് എനേബിൾ ചെയ്യാണ്. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോഡിങ് ഇതിൻ്റെയാണ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇവന്മാരെ അവന്മാർ അറ്റാക്ക് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ട്യൂട്ടോറിയൽ എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. 1.21 വർക്കാവുമെന്ന് എനിക്കറിയില്ല. 1.20 എന്തായാലും വർക്കാവുന്നത്. ഞാനിപ്പോൾ 1.20 തന്നെയാണ് കളിക്കുന്നത്. ഓക്കെ, ഇതെന്തായാലും അതിൽ പറഞ്ഞ രീതിയിൽ ഇത് നല്ല എഫിഷ്യൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ലെയറും കൂടി കൂട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ലാസ്റ്റാണ് കണ്ടത് ഒരു 2 ലെയർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ള് റൈഡും കഴിഞ്ഞിട്ട് എത്ര ലൂട്ട് കിട്ടിയെന്ന് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു വേവും കൂടിയും കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടി. ഈ വേവ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. വേവ് പോയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇത്രയും ലൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ ബൈ. എന്താ കഴിഞ്ഞു പോയിക്കോ. എന്തേ ഫോണില്ലേ? എന്നാൽ ശരി, ഞാൻ പോവാം.